വലൈക്കും വറഹമത്തുള്ള. ഖിസ്സത്തുൻ വ മുസൽ, കഥകളും പ്രയോഗങ്ങളും. അപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രയോഗങ്ങളും പഴഞ്ചൊല്ലുകളും പറയാറുണ്ട്. പക്ഷേ ഓരോ പഴഞ്ചൊല്ലിന് പിന്നിലും ഓരോ കഥകളോ ഐതിഹ്യങ്ങളോ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മൾ 3 പഴഞ്ചൊല്ലുകളും അതിൻ്റെ പിന്നിലുള്ള കഥകളുമാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് റജാ ബി ഖുഫൈ ഹുനൈൻ, ഹുനൈനിൻ്റെ 2 ചെരുപ്പുകളുമായിട്ടാണ് ഞാൻ മടങ്ങിയത്. അല്ലെങ്കിൽ ഹുനൈനിൻ്റെ ചെരുപ്പുമായിട്ട് മടങ്ങുക, അഥവാ പ്രതീക്ഷിച്ച വസ്തു ലഭിക്കാതിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ രണ്ടാമത്തേതാണ് കൈഫ വാവിദുക വഹാദ അസറുഫ സിഖ്. അതുപോലെ തന്നെ ഇതിൽ പഠിക്കാൻ പോകുന്ന മൂന്നാമത്തതാണ് ഫുലാനുൻ ലാഫിൽ ഐരി വലാഫിൻ നഫീർ. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, മസൽ പ്രയോഗം. ഹാദിസത്ത് സംഭവം. ഖാബ പ്രതീക്ഷിച്ചത് നേടാതിരിക്കുക. ഇസ്കാഫ് ചെരുപ്പുകുത്തി. സിഅർ വില. ഇഖ്തഫ മറഞ്ഞിരിക്കുക. ഷാറ അനുഭവപ്പെടുക. അപ്പോൾ ഒന്നാമത്തെ റജാബി ഖുഫൈ ഹുനൈൻ എന്ന പ്രയോഗത്തിൻ്റെ പിന്നിലുള്ള കഥ ഇതാണ്. സിറിയയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യാപാരി ഉണ്ടായിരുന്നു, അഥവാ അറബിയാണ്, അദ്ദേഹം വ്യാപാരി ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇറാഖിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇറാഖിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ചെരുപ്പ് കുത്തിയാണ് ഹുനൈൻ. ഹുനൈൻ്റെ അടുത്തുള്ള മനോഹരമായിട്ടുള്ള 2 ചെരുപ്പുകൾ വ്യാപാരിയുടെ കണ്ണിലൊട്ടക്കി. വ്യാപാരി അത് ചോദിച്ചു. പക്ഷേ ഹുനൈൻ പറഞ്ഞ വില ഒരിക്കലും വ്യാപാരിക്ക് താങ്ങാനായില്ല. വ്യാപാരി ചെരുപ്പ് വാങ്ങാതെ തിരിച്ചുപോയി. ഹുനൈൻ വളരെ കുശാഗ്ര ബുദ്ധിക്കാരനും തന്ത്രശാലിയുമായിരുന്നു. ഹുനൈൻ വിചാരിച്ചു, ഈ അറാബിയെ, ഈ വ്യാപാരിയെ എങ്ങനെയെങ്കിലും പറ്റിക്കണം. അങ്ങനെ വ്യാപാരി തൻ്റെ നാട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഹുനൈനും പോയി ഒളിച്ചിരുന്നു. ഹുനൈൻ ആദ്യം തൻ്റെ ഒരു ചെരുപ്പ്, നേരത്തെ ആ വ്യാപാരി ആഗ്രഹിച്ചിരുന്ന ആ ഒരു ചെരുപ്പ് വ്യാപാരിയുടെ മുന്നിലിട്ടു. വ്യാപാരി ആ ചെരുപ്പ് കണ്ട് വളരെ ഖിന്നനായി. ഇതിൻ്റെ കൂടെയുള്ള മറ്റേ ചെരുപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുത്തേനെ, ഒരു ചെരുപ്പ് കൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ചെരുപ്പ് എടുക്കാതെ മുന്നോട്ട് നീങ്ങി. ഇതിനിടെ ഹുനൈൻ അവിടെ നിന്ന് ഓടി കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ ഇതിൻ്റെ മറ്റേ ചെരുപ്പ് കൂടി ഇട്ടു. അങ്ങനെ വ്യാപാരി ആ ചെരുപ്പിനടുത്ത് എത്തിയപ്പോൾ വ്യാപാരിക്ക് മനസ്സിലായി, നേരത്തെ ഒരു ചെരുപ്പ് കൂടി ഉണ്ടായിരുന്നല്ലോ തൻ്റെ വഴിയിൽ, അതുകൂടി എടുത്താൽ, ഇതിൻ്റെ തുണയായിരുന്നല്ലോ അത്, ഇതുകൂടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ ആഗ്രഹിച്ച ആ ഒരു ചെരുപ്പ് ലഭിക്കുമല്ലോ എന്ന് വിചാരിച്ച് വ്യാപാരി വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ ചരക്കുകളുള്ള തൻ്റെ ഒട്ടകത്തെ അവിടെയുള്ള ഒരു മരത്തിൽ കെട്ടിയിട്ട് മറ്റേ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നോട്ട് ഓടി. ഈ ഒരു സമയത്ത് നമ്മുടെ മറഞ്ഞിരുന്ന ഹുനൈൻ ഈ ഒട്ടകത്തെയും അതിന് മുകളിലുള്ള ചരക്കും കൊണ്ട് ഹുനൈൻ തടി തപ്പി. ഹുനൈൻ പൊക്കി എന്നർത്ഥം. അങ്ങനെ വ്യാപാരി തിരിച്ചു വന്നപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. തൻ്റെ ഒട്ടകത്തെയും കാണാനില്ല, അതുപോലെ അതിൻ്റെ മുകളിലുള്ള ചരക്കും കാണാനില്ല. അങ്ങനെ ആ വ്യാപാരി തൻ്റെ നാട്ടിലേക്ക് തിരിച്ചെത്തി. വ്യാപാരത്തിന് പോയ വ്യാപാരിയെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. പണവും പൊന്നും ആയി തിരിച്ചു വരുന്നതും കാത്തിരുന്ന നാട്ടുകാർ കണ്ടത് 2 ചെരുപ്പുമായി വരുന്നതാണ്. അവർ ചോദിച്ചു, എന്ത് സംഭവിച്ചു, നിങ്ങളുടെ എവിടെ? അപ്പോൾ ആ വ്യാപാരി പറഞ്ഞു, റജാഅതു ബി ഖുഫൈ ഹുനൈൻ, എനിക്ക് ഹുനൈൻ്റെ 2 ചെരുപ്പ് മാത്രമാണ് കിട്ടിയത്. അഥവാ ഞാനിതുവരെ കച്ചവടം ചെയ്തതും ഞാനിതുവരെ പ്രതീക്ഷിച്ചതുമായിട്ടുള്ള ഒരു വസ്തുവും എനിക്ക് ലഭിച്ചില്ല, എനിക്ക് ആകെ കിട്ടിയത് ഇത് മാത്രമാണ് എന്ന് പറഞ്ഞു. അതാണ് ഈ ഒരു കഥയുടെ, അല്ലെങ്കിൽ ഈ ഒരു പ്രയോഗത്തിൻ്റെ പിന്നിലുള്ള കഥ. ഓക്കെ, അപ്പോൾ നമുക്ക് അർത്ഥം വെക്കാം. കുല്ലു മസലൻ മിൻ അംസാൽ അറബിയ, അറബി ഭാഷയിലെ എല്ലാ പ്രയോഗങ്ങളും, അൽ ഖദീമ പഴയ എല്ലാ പ്രയോഗങ്ങളും, ലഹു കിസ്സത്തുൻ അതിന് ഒരു കഥയുണ്ടാകും, ഔ ഹാദിസത്തുൻ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകും, ഖീല പറയപ്പെട്ടിട്ടുണ്ട്, ബി സബബിഹ ദാലിക്കൽ മസൽ ഈ ഒരു സംഭവം കാരണമാണ്, അല്ലെങ്കിൽ ഈ ഒരു കഥ കാരണമാണ് അങ്ങനെയുള്ള ഒരു മസൽ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. വ മാ അന്ന ഹാദിഹിൽ അംസാൽ ഈ ഒരു പ്രയോഗങ്ങളോട് കൂടെ തന്നെ ഖദ് മലാ അലൈഹ സമനുൻ തൊവീലുൻ, ഖദ് മലാ അലൈഹ അതിൻ്റെ മേലിൽ കടന്നു പോയിട്ടുണ്ട്, സമനുൻ തൊവീലും ഒരുപാട് കാലം. അപ്പോൾ ഒരുപാട് കാലമായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പ്രയോഗം ഉണ്ടായിട്ട്, അല്ലേ? അപ്പോൾ ഇല്ലാ അൻ അക്തറ ലാ യസാലു യുഹ്തഫദു, എന്നിരുന്നാലും അതിലധികവും
അതെന്തെയും യുഹ്തഫുദു അത് സൂക്ഷിക്കപ്പെട്ടുകൊണ്ട് ലാ യസാലു യുഹ്തഫുദു അത് കൊണ്ടേയിരിക്കുന്നു ബി ജമാലിൽ ലഫ്ലി വളരെ നല്ല വാക്കുകളോ മനോഹരമായിട്ടുള്ള വാക്കുകളോടുകൂടെ സിദഖൽ മാന അതിൻ്റെ അർത്ഥവത്തായിട്ടുള്ള യഥാർത്ഥ അർത്ഥത്തോടു കൂടെയും സത്യസന്ധമായിട്ടുള്ള യാഥാർത്ഥ്യപൂർവ്വമായിട്ടുള്ള അതിൻ്റെ അർത്ഥത്തോടു കൂടെയും അതിൻ്റെ വാക്കുകളിലെ സൗന്ദര്യത്തോടു കൂടെയും ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള പ്രയോഗങ്ങളാണെങ്കിലും അതിന്നും നിലനിൽക്കുന്നു, അതിന്നും സൂക്ഷിക്കപ്പെടുന്നു. വയിലേക്കും നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇടുകയാണ് ബാദുഹാദിഹിൽ അംസാൽ ഈ ഒരു ചില മസലുകൾ വഖിസ്സത്തുല്ലി കുല്ലി മസൽ ഓരോരോ പ്രയോഗങ്ങൾക്കുമുള്ള കഥകളും ഞങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് റജാബി ഹുഫൈ ഹുനൈനിൻ്റെ ചെരുപ്പുമായിട്ട് മടങ്ങാം. യുദ്റബു അത് സാധാരണ എന്തിനു ഉദാഹരണമായി ഉദാഹരിക്കാറുള്ള യുദ്റബു അത് ഉദാഹരിക്കപ്പെടുന്നു ഐന്ദൽ യഅ്സി നിരാശയുടെ സമയത്ത് മിനൽ ഹാജത്തി എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ നിന്നുള്ള നിരാശ, ആവശ്യപ്പെട്ട വസ്തു ലഭിക്കാതിരിക്കുമ്പോഴുള്ള നിരാശയുടെ അവസ്ഥയിലാണ് ഇത് പറയപ്പെടുക. വറുജൂഇ ബിൽ ഖൈബ ഒന്നുമില്ലാതെ മടങ്ങുക, എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ട് ഒന്നുമില്ലാതെ മടങ്ങുന്ന നിരാശജനകമായിട്ടുള്ള അവസ്ഥയിൽ പറയപ്പെടുന്ന ഉദാഹരിക്കപ്പെടുന്ന പ്രയോഗമാണിത്. ഹൊക്കിയ അതിൻ്റെ പിന്നിലുള്ള ചരിത്രം പറയപ്പെട്ടു അന്ന റജുലൻ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു, ഇസ്മുഹ അവൻ്റെ പേര് ഹുനൈൻ എന്നാണ്. കാന അദ്ദേഹമായിരുന്നു ഇസ്കാഫൻ മഷ്ഹൂറൻ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. വദാത്ത യോമിന് ഒരു ദിവസം മറ അലൈഹി അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടെ കടന്നുപോയി ഒരു ആറാബി ഫഅജബഹു അവ ആറാബി അത്ഭുതപ്പെടുത്തിയ ഹുഫാനി ഐന്ദഹു ഹുനൈനിൻ്റെ അടുത്തുള്ള 2 ഹുഫകൾ. അറാദ ആ ആറാബി വിചാരിച്ചു ഷിറാഉഹുമ അതിനെ വാങ്ങാൻ വിചാരിച്ചു മിൻ ഹുനൈനിൻ്റെ അടുത്ത് നിന്ന്. വലാക്കിൻ പക്ഷേ ലം യത്തഫിഖ് ആ ആറാബി യോജിച്ചില്ല മാഹു ഹുനൈൻ്റെ കൂടെ അലസീറ വിലയുടെ മേൽ യോജിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ വാങ്ങാൻ കഴിഞ്ഞില്ല. ഫലം യറുള്ള അത് തൃപ്തിപ്പെട്ടില്ല ഹുനൈനിന്. കററ അഥവാ വില ഇങ്ങനെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച പക്ഷേ റെഡിയായില്ല, എന്നിട്ട് ആറാബി വാങ്ങിയതുമില്ല. ആ വാങ്ങാത്തത് ഹുനൈനിന് വലിയ താല്പര്യപ്പെട്ടിട്ടില്ല. കററ അപ്പോൾ അദ്ദേഹം വിചാരിച്ചു അമല ഹീലത്തൻ എന്തെങ്കിലും ഒരു പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് കുദന്തം പ്രയോഗിക്കാൻ ലിൽ കൈദിലഹു ആ ആറാബിയെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കുതന്ത്രം പ്രയോഗിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ലമ്മാ മശൽ ആറാബിയും നടന്ന സമയത്ത് ഫി ത്വരിയഖത്തി അദ്ദേഹത്തിൻ്റെ വഴിയിൽ അസ്രാ ഹുനൈൻ വളരെ പെട്ടെന്ന് പോയി. സബഖഹു എന്നിട്ട് ആറാബിക്ക് മുൻകടന്നു മുന്നേ എത്തി ഇലാത്തിൽക്കൽ ത്വരീഖി ആ വഴിയിലേക്ക്. അൽഖ അദ്ദേഹം ഇട്ടു അഹദൽ ഹുഫൈനി രണ്ടിലൊരു തൻ്റെ 2 ചെരുപ്പുകളുണ്ടല്ലോ അതിൽ ഒരു ചെരുപ്പ് അവിടെ ഇട്ടു. സുമ്മമശ എന്നിട്ട് ഹുനൈൻ നടന്നു കലീലൻ കുറച്ചാൽ ത്വരീഖി വഴിയിൽ. വൽക്കൽ ഹുഫുൽ ആഖർ എന്നിട്ട് മറ്റേ ഹുഫയും അവിടെ ഇട്ടു. സുമ്മ എന്നിട്ട് ഇഖ്തഫ ബഈദൻ അനിൽ അൻലാർ കണ്ണുകളിൽ നിന്നും കുറച്ച് വിദൂരമായ സ്ഥലത്ത് അദ്ദേഹം മറഞ്ഞിരുന്നു. അതോ ആരും കാണാത്ത ഒരിടത്ത് പോയി അദ്ദേഹം മറഞ്ഞിരുന്നു. ലിയറ നോക്കാൻ വേണ്ടിയിട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മാ ഒന്നിനെ സൗഫയഫ് അലുഹുൽ ആറാബിയു സൗഫയഫ് അലുഹു ആ ഒന്നിനെ ചെയ്യും അല്ല ആറാബിയു അഥവാ ആറാബി എന്ത് ചെയ്യുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ആരും കാണാത്തൊരിടത്ത് മറഞ്ഞിരുന്നു. വായ്ന്തം അതിനിടയ്ക്ക് മറൽ ആറാബി വന്ന സമയത്ത് വാബുസറൽ ഹുഫൽ അവൽ അദ്ദേഹം ഒന്നാമത്തെ ഹുഫ കണ്ട സമയത്ത് ഖാലഫി നഫ്സിഹി അദ്ദേഹം ആത്മഗതം ചെയ്തു. മാ അഷ്ബഹ ഹാദൽ ഹുഫ ഈ ഹുഫക്ക് നല്ല സദൃശ്യമുണ്ടല്ലോ ഹുഫി ഹുനൈനിൻ്റെ ഹുഫയുമായിട്ട് നല്ല സദൃശ്യമുണ്ടല്ലോ. അപ്പോഴും അദ്ദേഹത്തിന് അറിയില്ല ഇത് ഹുനൈൻ്റെ ഹുഫയാണെന്ന്. ഹുനൈൻ്റെ ഹുഫയുമായിട്ട് ഇത് നല്ല സദൃശ്യമുണ്ടല്ലോ. വലൗക്കാന മാഹു ഈ ചെരുപ്പിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അല്ലാഹർ മറ്റേ ഹുഫ കൂടി ഉണ്ടെങ്കിൽ തുണ കൂടി ഉണ്ടെങ്കിൽ ലഹസ്തു ഞാൻ എടുക്കുമായിരുന്നു. വതറക്കഹു എന്നിട്ട് അത് അവൻ ആ ഒരു ഹുഫയെ ഒഴിവാക്കി. മലാഫി ത്വരീഖി തൻ്റെ വഴിയിൽ സഞ്ചരിക്കുകയും ചെയ്തു. വലമ്മാറ അൽ ഖുഫസാനി അങ്ങനെ അല്പനേരം നടന്നിട്ട് വലമ്മാറ അറാബി കണ്ടപ്പോൾ അൽ ഖുഫസാനി രണ്ടാമത്തെ ഖുഫ കണ്ടപ്പോൾ ഷാറബിൽ ഹുസ്നി അദ്ദേഹത്തിന് ദുഃഖം അനുഭവപ്പെട്ടു. കാരണം അദ്ദേഹം തറക്കൽ ഖുഫൽ അവൽ ഒന്നാമത്തെ ഖുഫ ഒഴിവാക്കിയിരിക്കുന്നു. അതിന് അദ്ദേഹത്തിന് ദുഃഖം തോന്നി, അദ്ദേഹം ഖിന്നനായി. അസമ അദ്ദേഹം തീരുമാനിച്ചു അല അയ്യോദ തിരിച്ച് മടങ്ങാൻ വേണ്ടിയിട്ട് ലിയഹുദഹു ആ ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? നേരത്തെ ഒരു ചെരുപ്പ് കണ്ടിരുന്നല്ലോ ഹുനൈനിൻ്റെ ഒന്നാമത്തെ ചെരുപ്പ്, അതെടുക്കാൻ വേണ്ടി അദ്ദേഹം മടങ്ങി. ഫത്തറക്ക അദ്ദേഹം ഒഴിവാക്കിയാൽ ജമല തൻ്റെ ഒട്ടകത്തെ
ഒഴിവാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കെട്ടിയിട്ടു എന്നർത്ഥം. റജ അദ്ദേഹം മടങ്ങി ഇലാ മക്കാനിൽ ഹുഫിൽ അവൽ ഒന്നാമത്തെ ഹുഫ കണ്ട സ്ഥലത്തേക്ക് അദ്ദേഹം മടങ്ങി. ഫി ഹാദൽ വക്തി ഈ ഒരു സമയത്തിനിടയ്ക്ക് ഖറജ ഹുനൈൻ പുറത്തു വന്നു മിനൽ മക്കാനി സ്ഥലത്ത് നിന്ന് അല്ലതി യഖ്തഫി അദ്ദേഹം മറഞ്ഞിരിക്കുന്നു ഫിഹി ആ സ്ഥലത്ത്. അപ്പോൾ അദ്ദേഹം മറഞ്ഞിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഹുനൈൻ പുറത്തു വന്നു. വാഖദ ഹുനൈൻ എടുത്തു അൽ ജമല ഒട്ടകത്തെ ബിമാ ഹമൽ ആ ഒട്ടകം ചുമന്ന ഒന്നിനോടുകൂടെ അഥവാ ഒട്ടകത്തിൻ്റെ മുകളിലുള്ള ചെരക്കോടുകൂടെ ഒട്ടകത്തെ എടുത്തു. വലമ്മ റജാൽ ആറാബിയും മടങ്ങിയ സമയത്ത് ഇലാ ജമലിഹി തൻ്റെ ഒട്ടകത്തിലേക്ക് ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിയപ്പോൾ ലം യജിദ് അദ്ദേഹം കണ്ടെത്തിയില്ല തൻ്റെ ഒട്ടകത്തെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. വആദ അദ്ദേഹം മടങ്ങി ഇലാ അഹ്ലിഹി തൻ്റെ കുടുംബത്തിലേക്ക് ഹസീനൻ ദുഃഖിതനായിട്ട് ലൈസമാഹു അദ്ദേഹത്തിൻ്റെ അടുത്തില്ല ഖൈറുൽ ഖുഫൈൻ ഈ 2 ഹുഫയല്ലാതെ ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അഥവാ കച്ചവടത്തിന് പോയിട്ട് പല വ്യഞ്ജനങ്ങളുമായി കച്ചവടത്തിന് പോയിട്ട് പണവുമായി മടങ്ങുമെന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 ചെരുപ്പുകൾ മാത്രമാണുള്ളത്. വഹീന സഅലഹു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അഹ്ലുഹു അദ്ദേഹത്തിൻ്റെ കുടുംബം ചോദിച്ചപ്പോൾ എന്താ ചോദിച്ചത്? ബിമാദാ റജഅത മിൻ സഫരിക എന്തുകൊണ്ടാണ് നിൻ്റെ യാത്രയിൽ നിന്നും നീ മടങ്ങി വന്നത്? എന്തുകൊണ്ടാണ് വന്നത്? അതാ എന്തുകൊണ്ടാണ് നീ മടങ്ങി വന്നതെന്ന് ചോദിച്ചപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു റജഅതു ഞാൻ മടങ്ങി ബി ഖുഫൈ ഹുനൈനിൻ്റെ 2 ഹുഫയുമായിട്ടാണ് ഞാൻ മടങ്ങി വന്നത്. അഥവാ ഞാൻ പ്രതീക്ഷിച്ച ആഗ്രഹിച്ച ഒന്നും എനിക്ക് ലഭിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രയോഗത്തിന് പിന്നിലുള്ള കഥ എന്ന് മനസ്സിലാക്കുക. അടുത്ത പ്രയോഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.